السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന തുടർ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ നാമങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അതിൽ അല്ലാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമമാണ്. അല്ലാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്ത്, അത് താല്പര്യപ്പെടുന്നതും തേടുന്നതും എന്ത് തുടങ്ങിയുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമം 2 തവണ വന്നിട്ടുണ്ട്. പ്രസ്തുത 2 തവണയും അൽ മലിക് എന്ന അല്ലാഹുവിൻ്റെ വിശുദ്ധ നാമത്തോട് ചേർന്നാണ് അൽ ഖുദ്ദൂസ് എന്ന നാമവും വന്നിട്ടുള്ളത്. അൽ മലികുൽ ഖുദ്ദൂസ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളിലും അല്ലാഹുവിന് അൽ ഖുദ്ദൂസ് എന്ന നാമം വന്നിട്ടുണ്ട്. തിരുമൊഴികളിൽ പ്രസ്തുത നാമം വന്നിടത്ത് മിക്കതിലും അൽ മലിക് അൽ ഖുദ്ദൂസ്, മലിക് എന്ന അല്ലാഹുവിൻ്റെ വിശുദ്ധ നാമത്തോട് ചേർന്നാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം വന്നിട്ടുള്ളത്. അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന് ചേർത്ത് പറയപ്പെട്ടതിലുള്ള പൊരുളും യുക്തിയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കും. അൽ ഖുദ്ദൂസ് എന്നുള്ള നാമം തേടുന്നത് പരമമായ പരിശുദ്ധിയാണ്. അതേപോലെ നിത്യവും തുടർച്ചയുമായ ബർക്കത്തും അനുഗ്രഹവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമ പരിശുദ്ധനാണ്. അതാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം അർത്ഥമാക്കുന്നത്. ന്യൂനതകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധനാണ്. അല്ലാഹു വിശുദ്ധനാണ്. അൽ ഖുദ്ദൂസ് എന്ന നാമം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെയാണ് അറിയിക്കുന്നത്.
നമുക്കറിയാം ഖുദുസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ അൽ ബൈത്തുൽ മുഖദ്ദസ് അതേപോലെ അൽ ബൈത്തുൽ മഖ്ദിസ് സ്ഥിതി ചെയ്യുന്നു. പ്രസ്തുത സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അൽ അർദുൽ മുഖദ്ദസത്താണ്, വിശുദ്ധ ഭൂമിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും. ഇസ്രായേലിയരോട് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ച വിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക. അവിടെ അൽ അർദൽ മുഖദ്ദസത്തായ ഭൂമി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഖുദ്ദൂസ് എന്ന നാമത്തിന് അൽ മുഖദ്ദസത്ത് എന്ന നാമവുമായിട്ടുള്ള ബന്ധം നന്നേ പ്രകടമാണ്. അറബി ഭാഷയിൽ നന്നായി തിളങ്ങുന്ന സംശുദ്ധമായ ഭംഗിയുള്ള കാലപ്പഴക്കത്തിൽ ഒരിക്കലും മാറ്റമോ മങ്ങലോ ഏൽക്കാത്ത വലിയ മുത്തുകൾക്ക് ഖിദീസ് എന്ന് പറയും. അതേപോലെ ഖദാസ എന്ന് പറയും ശുദ്ധിക്ക്. എപ്പോഴും വെള്ളം തട്ടി മിനുത്ത് കിടക്കുന്ന പാറക്കും കല്ലിനുമൊക്കെ ഖാദിസ് എന്നൊക്കെ പറയും. പണ്ഡിതന്മാർ ഈ പദപ്രയോഗങ്ങളെയൊക്കെ ഇങ്ങനെ ഖുദ്ദൂസുമായി ബന്ധപ്പെട്ട പേരിനെ വിശദീകരിക്കുമ്പോൾ എടുത്ത് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിൻ്റെ പേര് തേടുന്നതും അർത്ഥമാക്കുന്നതും എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പറയും റൂഹുൽ ഖുദുസ്. എന്താ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധമായ ആത്മാവ് എന്നാണ്, വിശുദ്ധിയുടെ ആത്മാവ്, റൂഹു ത്വഹാറ. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക ബിൽ ഹഖ്. റൂഹുൽ ഖുദുസ് ആണ് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. അവിടെ ജിബ്രീലിന് പറഞ്ഞത് റൂഹുൽ ഖുദുസ് എന്നാണ്. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഇത് അയ്യത്തുക ബി റൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസിനെ കൊണ്ട് ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തിയ സന്ദർഭം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബി റൂഹിൽ ഖുദുസ്, അല്ലാഹുവേ റൂഹുൽ ഖുദുസിനെ കൊണ്ട് നീ ഹസ്സാനെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഇവിടെ റൂഹുൽ ഖുദുസ് എന്ന് എന്തുകൊണ്ട് ജിബ്രീലിന് വിശേഷണം പറയപ്പെട്ടു? അത് ജിബ്രീലിൻ്റെ വിശുദ്ധിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിളക്കവും വെടുപ്പും ശുദ്ധിയുമാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മിറാജിൻ്റെ രാവിലെ വെച്ച് കാണുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ് ജിബ്രീലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുണ്ടായത്. എന്താ തിരുനബി ആ കാഴ്ചയിൽ കണ്ട രംഗം പറയുന്നത്? റഅയ്തു ജിബ്രീൽ ഇൻദ സിദ്റത്തിൽ മുൻതഹ അലൈഹി 600 ജനാഹിൻ. ജിബ്രീലിനെ ഞാൻ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് കണ്ടു. ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. യുൻസറു മിർ റീഷിഹി അത്തഹാവീലു വദ്ദുർ വൽ യാഖൂത്ത്. ജിബ്രീൽ 600 ചിറകുകൾ വിരിച്ച് ചക്രവാളം വിട്ട് നിന്നപ്പോൾ ആ ചിറകുകളിൽ നിന്ന് പല വർണ്ണങ്ങൾ പെയ്തിറങ്ങി, മുത്തുകളും പവിഴങ്ങളും പെയ്തിറങ്ങി എന്നാണ്. അപ്പോൾ എത്ര ഗംഭീരമായ കാഴ്ചയാണ് അത്! ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒറിജിനൽ സൃഷ്ടിപ്പിൽ കണ്ടതാണ്. ചിറക് കണ്ട് വിരിച്ചതോടുകൂടി 600 ചിറകുകൾ വിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത് നിന്നപ്പോൾ ആ ചിറകുകളിൽ നിന്ന് പല വർണ്ണങ്ങൾ പെയ്തിറങ്ങുകയാണ്.
തിളക്കത്തിൽ, അതേപോലെ മുത്തുകൾ പവിഴങ്ങൾ ഉതിർന്നിറങ്ങുന്നതായിട്ട് കാണുകയുണ്ടായി എന്നാണ്. ഈ ഒരു പ്രത്യേകത ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിനുള്ളത് കൊണ്ടാണ് റൂഹുൽ ഖുദുസ് എന്ന് പേര് പറയപ്പെടുകയുണ്ടായത്. പറഞ്ഞു വരുന്നത് എന്താ? അള്ളാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ആ നാമത്തിൻ്റെ, ആ പദത്തിൻ്റെ പ്രത്യേകതകൾ അറിയാനാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. സ്വർഗത്തിന് പറയും ഹദീറത്തുൽ ഖുദ്സ് എന്ന്. ഹദീറത്തുൽ ഖുദ്സ്, സ്വർഗം ഹദീറത്തുൽ ഖുദ്സാണ്. എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗത്തിന് ഹദീറത്തുൽ ഖുദ്സ് എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കുറ്റമറ്റ പരമ്പരയിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അനസിൽ നിന്നുള്ള ഹദീസ്, മൻ തറക്കൽ ഖംർ വഹുവ യഖ്ദിറു അലൈഹി ലഅസ്ഖിയന്നഹു മിൻഹു ഫീ ഹദീറത്തിൽ ഖുദ്സ്. ഒരാൾക്ക് കള്ള് കുടിക്കാൻ അവസരമുണ്ട്, അത് കുടിക്കാൻ കഴിയുകയും ചെയ്യും, മദ്യപിക്കാൻ ഒരാൾക്ക് സാധിക്കും. എന്നിട്ടും അയാൾ മദ്യപിക്കാതിരിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഅസ്ഖിയന്നഹു, ഞാൻ അവന് മദ്യം നൽകും. എവിടെ? ഫീ ഹദീറത്തിൽ ഖുദ്സ്, ഹദീറത്തുൽ ഖുദ്സിൽ, സ്വർഗത്തിൽ. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ തറക്കൽ ഹരീർ വഹുവ യഖ്ദിറു അലൈഹി. ഒരാൾക്ക് പട്ടുവസ്ത്രം, പുരുഷന് പട്ടുവസ്ത്രം ധരിക്കാൻ സാധ്യതയുണ്ട്, അവസരമുണ്ട്, കഴിയും ചെയ്യും, എന്നിട്ടും അയാൾ പട്ടുവസ്ത്രത്തെ ഒഴിവാക്കുകയാണ് എങ്കിൽ ലഅക്സ്വന്നഹു ഇയ്യാഹു ഫി ഹദീറത്തുൽ ഖുദ്സ്, ഹദീറത്തുൽ ഖുദ്സിൽ ഞാൻ അവന് പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നതാണ് എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹദീറത്തുൽ ഖുദ്സ് എന്നാണ് തിരുനബി സ്വർഗത്തിന് പറഞ്ഞത്. എന്തിനാ ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറഞ്ഞത്? സ്വർഗം വിശുദ്ധമായ ഗേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുദ്സ് എന്ന് സ്വർഗം വിശേഷിപ്പിക്കപ്പെട്ടു. കാരണം സ്വർഗം വിശുദ്ധാണ്. സ്വർഗത്തിൽ മാലിന്യങ്ങളില്ല, മ്ലേച്ഛതകളില്ല, കുറവുകൾ, പോരായ്മകൾ, ഇതൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വിധമാണ് സ്വർഗത്തെ സംവിധാനിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരായ മലക്കുകളാണ്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിൽ എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കുന്നത് വിശുദ്ധന്മാരായ മലക്കുകളാണ്. പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മനുഷ്യരും മറ്റും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗം മലിനാവുക, സ്വർഗത്തിൽ അഴുക്കാകുക, സ്വർഗത്തിൽ വൃത്തികേടുകൾ പകരുമോ? ഇല്ല. സ്വർഗം വിശുദ്ധമായി തന്നെ ഇരിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വർഗാർഹരായ ആളുകൾ അവരുടെ കുറവുകൾ, പോരായ്മകളൊക്കെ ഉണ്ട്, അവരുടെ മനസ്സിൻ്റെ രോഗങ്ങളും കാര്യമൊക്കെ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോക്കും. വനസഅനാ മാ ഫീ ഖുലൂബിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറൂറിൻ മുതഖാബിലീൻ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ മനസ്സിൻ്റെ പകയും പോരൊക്കെ ഊരിയെടുത്ത് ഏകോദര സഹോദരങ്ങളായിട്ട് സ്വർഗത്തിൽ അഭിമുഖമായി ഇരിക്കുന്നവരായിട്ടാണ് മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ദുനിയാവിൽ മനുഷ്യന്മാർ മാലിന്യം, വിസർജ്യം, കാഷ്ടം, മൂത്രതൊക്കെ ഉണ്ടാവും. സ്വർഗം വിശുദ്ധമായ ഭവനാണ്, ഹദീറത്തുൽ ഖുദ്സാണ്. അതുകൊണ്ട് തന്നെ സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനത്തെ മാലിന്യങ്ങളൊന്നുമില്ല. സ്വർഗം വിശുദ്ധമായി പരിശുദ്ധമായി തന്നെ നിൽക്കും. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ ഭക്ഷിക്കും, സ്വർഗത്തിൽ പാനം ചെയ്യും. അപ്പോൾ ഭക്ഷിച്ചാൽ എന്ത് വേണം? വിസർജിക്കണ്ടേ? പാനം ചെയ്താൽ മൂത്രിക്കണം, വിയർക്കും, ഇതൊക്കെ ഉണ്ടാവില്ലേ? സ്വർഗവാസികൾ സ്വർഗത്തിൽ ഭക്ഷിക്കും, സ്വർഗത്തിൽ പാനം ചെയ്യും. പക്ഷേ
വല യത്ഫുലൂൻ, സ്വർഗത്തിൽ അവർ തുപ്പുകയില്ല. വല യബൂലൂൻ, സ്വർഗത്തിൽ അവർ മൂത്രിക്കുകയില്ല. വല യതഗവ്വതൂൻ, സ്വർഗത്തിൽ അവർ കാഷ്ടിക്കുകയില്ല. വല യംതഖിതൂൻ, സ്വർഗത്തിൽ കാർക്കിച്ചു തുപ്പൂല, അതൊന്നുമില്ല. അപ്പൊ ഖാലു ഫമാ ബാലു തുആം, സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ പറയാണ്, അപ്പൊ ഭക്ഷണം കഴിക്കൂലേ? അപ്പൊ അതെന്താകുക? ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം എന്തായും ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജുഷാഉൻ വറഷ്ഹുൻ കറഷ്ഹിൽ മിസ്ക്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ശ്വസനത്തിനപ്പുറം ദുനിയാവിലാണ് വിസർജ്യമായിട്ടും അതേപോലെ തന്നെ പോഷണവും ഊർജവും ഒക്കെ ആയിട്ട് പരിണമിക്കപ്പെടുക. സ്വർഗത്തിൽ ഒരു തികട്ടലും പിന്നെ വിയർക്കലുമാണ്. എന്താണ് അതിൻ്റെ മണം? ദുനിയാവിൽ നമുക്ക് വിയർത്താൽ അലവസരമുണ്ടാകുന്ന, തികട്ടിയാൽ അലവസരം ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടാകും. പക്ഷെ സ്വർഗവാസി വിയർത്താൽ, തികട്ടിയാൽ കറഷ്ഹിൽ മിസ്ക്, കസ്തൂരിയുടെ പരിമളായിരിക്കും. അല്ലാഹു അക്ബർ. അപ്പം സ്വർഗത്തിൽ തുപ്പുന്ന, കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന, കാർക്കിച്ച് തുപ്പുന്നതൊന്നുമില്ല. ഒരു തികട്ടൽ, അതേപോലെ തന്നെ വിയർപ്പ്, അതിന് കസ്തൂരിയുടെ നറുമണമായിരിക്കും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. പറഞ്ഞു വരുന്നത് ഹദീറത്തുൽ ഖുദുസ് എന്ന് സ്വർഗത്തിന് പേര് വെച്ചു. പരിശുദ്ധിയുടെ ഭവനം, പരിശുദ്ധിയുടെ ഗേഹം, പരിശുദ്ധമായ സ്ഥലം. സ്വർഗത്തിൽ നജസില്ല, സ്വർഗത്തിൽ കുറവുകളില്ല, പോരായ്മകളില്ല. ഈ ഖുദുസ് എന്ന പദത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഖുദ്ദൂസ് എന്നുള്ള നാമം. അപ്പൊ ഖുദ്ദൂസ് എന്നുള്ളത് എന്തർത്ഥമാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ആ പദത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയും വെളിച്ചം വീശുകയും ചെയ്യുന്നത്. അൽ ഖുദ്ദൂസ് എന്നുള്ള നാമം അത് അൽ മുബാറക് എന്ന അർത്ഥം പ്രദാനം ചെയ്യുന്നുണ്ട്. എന്താ മുബാറക് എന്ന് പറഞ്ഞാൽ? അനുഗ്രഹപൂർണൻ എന്നാണ് അർത്ഥം. ചില പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ പേര് പരമപരിശുദ്ധൻ, ഖുദ്ദൂസ് എന്നുള്ളത് പരമപരിശുദ്ധൻ എന്ന അർത്ഥമാക്കുന്നത് പോലെ തന്നെ അനുഗ്രഹീതൻ എന്ന അർത്ഥത്തിലും അത് പ്രയോഗിക്കും, അതിന് ആ അർത്ഥവുമുണ്ട് എന്ന് പറഞ്ഞവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതനാണ് എന്ന് മാത്രമല്ല അനുഗ്രഹപൂർണനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞത് തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരുടെ റബ്ബായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഏതൊരുവിൻ്റെ കയ്യിലാണോ മുൽക്കുള്ളത്, ആധിപത്യമുള്ളത്, രാജാധികാരമുള്ളത്, അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഫതബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. ആ അനുഗ്രഹം അള്ളാഹു അവനിൽ പൂർണ്ണമാണ്, നിത്യമാണ്, ധാരാളമാണ്. ആ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അരുളുകയും ചൊരിയുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ പല പടപ്പുകൾക്കും അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞത്. മനുഷ്യരിൽ, അതേപോലെ തന്നെ മറ്റു സൃഷ്ടിചരാചരങ്ങളിൽ. കാരണം അള്ളാഹു ഖുദ്ദൂസ്, അനുഗ്രഹീതനാണ്, അനുഗ്രഹപൂർണനാണ്. അവൻ്റെ അനുഗ്രഹം അവൻ ചൊരിയുന്നു, വർഷിക്കുന്നു. അൽ അഖ്സയെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലദീ ബാറക്നാ ഹൗലഹു, അല്ല പറയാണ് അതിന് ചുറ്റും നമ്മൾ ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞില്ലേ, വജഅലനി മുബാറകൻ, അള്ളാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു, അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ രാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാവെന്ന്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിഞ്ഞ വസ്തുക്കൾ, സമയങ്ങൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ, ഇങ്ങനെ കുറേ ഉണ്ട്. കാരണം അള്ളാഹു ഖുദ്ദൂസാണ്, അവൻ മുബാറക്കാണ്, അനുഗ്രഹീത പൂർണ്ണനാണ് എന്നുള്ളതാണ്. ഇത് അൽ ഖുദ്ദൂസ് എന്ന നാമത്തിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും കാര്യങ്ങളാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടർത്ഥങ്ങൾ: ഒന്ന് പരമപരിശുദ്ധൻ, വിശുദ്ധൻ; രണ്ട് അനുഗ്രഹപൂർണൻ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേര് വന്നത് നമ്മൾ പറഞ്ഞു. ഒന്ന് സൂറത്ത് അൽ ഹശ്റിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. രണ്ടാമത് അൽ ഖുദ്ദൂസ് എന്ന നാമം അള്ളാഹുവിന് വന്നത് സൂറത്തുൽ ജുമുഅയുടെ തുടക്കത്തിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ അസീസിൽ ഹക്കീം. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിത്ർ നമസ്കാരത്തിൽ സൂറത്തുൽ അഅലയും സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ഓതി നിസ്കരിക്കും. ഉബയ്യ് റളിയല്ലാഹു പറയാണ്, വിത്ർ നിസ്കാരം 3 നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല ഓതും, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതും ഫാത്തിഹയ്ക്ക് ശേഷം. മൂന്നാമത്തെ റക്അത്തിൽ വിത്റിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതും ഫാത്തിഹയ്ക്ക് ശേഷം. എന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിച്ച് ഫഇദാ സല്ലമ സലാം പറഞ്ഞാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 തവണ പറയുമെന്നാണ്. വിത്ർ നിസ്കരിച്ച് സലാം വീട്ടിയാൽ ചൊല്ലേണ്ടതാണിത്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചൊല്ലി ശബ്ദം നീട്ടുമായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ ഉള്ള നിവേദനത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയും, അൽഹംദുലില്ലാ എന്ന് 10 തവണ പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 10 തവണ പറയും, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 10 തവണ പറയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖിദ് ദുനിയ വദീഖി യൗമിൽ ഖിയാമ എന്ന് ദുആ ചെയ്തിട്ട് നമസ്കാരം തുടങ്ങും എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. 10 തവണ അല്ലാഹു അക്ബർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ്, 10 തവണ അൽഹംദുലില്ലാ, 10 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 10 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അതാണ് നമ്മുടെ വിഷയം. മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ നാമം തിരുമൊഴിയിൽ വന്നത്. 10 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞ് തിരുനബി ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖിദ് ദുനിയ വദീഖി യൗമിൽ ഖിയാമ. അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു, അഭയം തേടുന്നു, മിൻ ദീഖിദ് ദുനിയ ഭൗതിക ലോകത്തിൻ്റെ ഇടുസതയിൽ നിന്ന്, കുടുസതയിൽ നിന്ന്, വദീഖി യൗമിൽ ഖിയാമ അന്ത്യനാളിൻ്റെ ഇടുസതയിൽ നിന്ന്, കുടുസതയിൽ നിന്ന്. അപ്പോൾ ഇഹത്തിലും പരത്തിലുമുള്ള ഇടുക്കം, ഞെരുക്കം, കുടുസത, അതിൽ നിന്നെല്ലാം അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ഇരുളിൻ്റെ മറവിൽ, നിശയുടെ നിഗൂഢതയിൽ, രാത്രിയുടെ നിറവിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് ദുആ ഇരക്കുമായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് കുറ്റമറ്റ പരമ്പരയാണ്, സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പോൾ ഇവിടെ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ഹദീസിലും വന്നു. അള്ളാഹുവിൻ്റെ ഖുദ്ദൂസ് എന്ന നാമം വന്ന വേറെയും തിരുമൊഴികൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ റുകൂഇലും സുജൂദിലും സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന് ദിക്ർ ചൊല്ലാറുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്, അവിടെ ഖുദ്ദൂസ് എന്ന് വന്നു. മറ്റു തിരുമൊഴികളിൽ 2ലും അൽ മലിക്കുൽ ഖുദ്ദൂസ്, ആയത്തുകളിൽ 2ലും അൽ മലിക്കുൽ ഖുദ്ദൂസ് ഇങ്ങനെയാണ് വന്നത്. ഇവിടെ സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്, അത് റുകൂഇൽ ചൊല്ലേണ്ട ദിക്റാണ്. സുബ്ഹാന റബ്ബിയൽ അദീം അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി
അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയ തുടങ്ങിയ ദുആകളെപ്പോലെ ദിക്റുകളെപ്പോലെ ചെല്ലേണ്ട മറ്റൊരു ദുആയാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർ-റൂഹ് എന്നുള്ളത് റുകൂഇൽ. അതേപോലെ സുജൂദിലെ ദിക്റുകളിൽ വാരിദായ ദിക്റുകളൊക്കെ ഉള്ള പോലെ തന്നെ പറയേണ്ടതാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർ-റൂഹ്. അവിടെ അൽ മലിക് എന്ന പേരിനോട് ചേർന്നല്ല ഖുദ്ദൂസ് വന്നിട്ടുള്ളത്. കൂടുതൽ സ്ഥലത്തും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മലിക് എന്ന നാമത്തിനോട് ചേർന്ന് അൽ ഖുദ്ദൂസ് എന്ന നാമത്തെ പറഞ്ഞത്? അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ, വിശദീകരണങ്ങൾ. അൽ മലിക് എന്ന പേര് നമ്മൾ സംസാരിക്കുമ്പോൾ അൽ മലിക്, അൽ മാലിക്, അൽ മലീക് തുടങ്ങിയ പേരുകൾ സംസാരിക്കുമ്പോൾ പിന്നീട് വരും. ഇവിടെ അൽ ഖുദ്ദൂസാണ് നമ്മളുടെ വിഷയം. അള്ളാഹു പരമപരിശുദ്ധനാണ്. അൽ മലിക് എന്നാൽ രാജാതിരാജനാണ്, രാജാധികാരം ഉള്ളവനാണ്, രാജാവാണ്. അപ്പോൾ അൽ മലിക് രാജാവായ, അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധനായവൻ. അള്ളാഹുവിൻ്റെ പേരുകളിൽ ചില പേരുകൾ ചേർത്ത് പറയുമ്പോൾ അതിനാണ് അൽ അസ്മാഉൽ മുഖ്തരിന എന്ന് പറയാം, ചേർത്ത് പറയും. അപ്പം എന്താ അൽ മലിക് എന്ന് പറഞ്ഞാൽ അത് മഹത്തായ അർത്ഥമുള്ള പേരാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ഭൗതികത കണ്ട രാജാക്കളെ പോലെയല്ല. അള്ളാഹു സമ്പൂർണാർത്ഥത്തിൽ കുറവുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ബലക്ഷയമില്ലാത്ത, മയക്കമോ ഉറക്കമോ ഇല്ലാത്ത, എല്ലാത്തിനും കഴിവുറ്റവനായ രാജാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധനാണ്. ഒരു കുറവുമില്ല, ഒരു ന്യൂനതയില്ല, ഒരു പോരായ്മയില്ല. ഓരോന്നിനും തനിച്ച് പറയുമ്പോൾ തന്നെ ഗംഭീരമായ അർത്ഥമാണ്. പക്ഷെ രണ്ട് പേരുകളെ ചേർത്ത് പറഞ്ഞാൽ ആ രണ്ട് പേരുകളും കൂടി മഹനീയമായ മറ്റൊരർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ഉണ്ടെന്നറിയിക്കുന്നു. അപ്പോൾ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു രാജാവാണ്, പരമപരിശുദ്ധനായ രാജാവ്. ദുനിയാവിൽ രാജാക്കളെക്കുറിച്ച് പറയുമ്പോൾ രാജകഥകളിൽ നമ്മൾ പല കാര്യങ്ങളും വായിക്കാറുണ്ട്, കുറേ ഉദാഹരണങ്ങൾ കേൾക്കാറുണ്ട്. രാജാക്കന്മാരുടെ പോരായ്മയായി, അവരുടെ കുറവുകളായി, അവരുടെ ബലക്ഷയമായി, അവരുടെ പരാജയമായി. ഇനി എത്ര മികവുറ്റ തെളിഞ്ഞ രാജാവാണെങ്കിലും കരുത്തുറ്റവനാണെങ്കിലും, കവി പറഞ്ഞില്ലേ, ഐനല്ലദീന സാധു വശാദു, നേതൃത്വം നൽകിയവർ, നിർമ്മാണങ്ങൾ നടത്തിയവർ ഒക്കെ എവിടെ പോയി? മരണദൂതൻ വന്ന് കവാടം മുട്ടിയാൽ പഞ്ചപുച്ഛമടങ്ങി മരണദൂതന് കീഴ്പ്പെടുന്ന രാജാക്കന്മാരേ ഉള്ളൂ. അബൂ ജാഫറുൽ മൻസൂർ അബ്ബാസി ഖലീഫമാരിൽ പ്രസിദ്ധനാണ്. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ആദ്യത്തെ രാജാവാണ്, ആദ്യത്തെ ഖലീഫയാണ് അബുൽ അബ്ബാസ് സഫാഹ്. രണ്ടാമത്തെ ഖലീഫയാണ് അബൂ ജാഫറുൽ മൻസൂർ. അബൂ ജാഫറുൽ മൻസൂർ ഭയങ്കര ബുദ്ധിമാനാണ്, ബുദ്ധിരാക്ഷസനാണ്, അതേപോലെ തന്നെ ശക്തനാണ്. 30ഓളം ഭരണാധികാരികളെ വധിച്ച ശക്തനായ പേരുകേട്ട ഭരണാധികാരിയാണ് അബൂ ജാഫറുൽ മൻസൂർ. അതിൻ്റെ അർത്ഥം നല്ല ആളാണെന്നുള്ള അർത്ഥത്തിലല്ല. കുറേ അന്യായങ്ങൾ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അബൂ ജാഫറുൽ മൻസൂർ. ലോകം കണ്ടൊരു രാജാവ്, കരുത്തുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ അബൂ ജാഫറുൽ മൻസൂറിൻ്റെ ചരിത്രം അനുസ്മരിക്കുന്നത് ഏറെ പോരായ്മകളുള്ള, കുറവുകളുള്ള, ന്യൂനതകളുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ്. അതുകൊണ്ടാണ് ഇബ്നു സമ്മാഖ് എന്ന് പറയുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അബൂ ജാഫറിൻ്റെ സദസ്സിലേക്ക് വന്ന് ഇബ്നു സമ്മാഖ് ഒരു ധർമ്മനിഷ്ഠമുള്ളൊരു മനുഷ്യനായിരുന്നു, ഉപദേശിയായിരുന്നു. അബൂ ജാഫറുൽ മൻസൂർ വാളുകൊണ്ട് പലപ്പോഴും സംസാരിക്കും.
അത്ര പിന്നെ ഇതാണ്, ശക്തനാണ്. പിന്നെ പെരുമാറ്റം അങ്ങനെയാണ്. അപ്പോൾ ഇബ്നു സമ്മാക്കിനോട് പറഞ്ഞ് അബൂ ജഅഫർ മൻസൂർ, മൂപ്പർക്ക് എന്തോന്ന് എഴുതണം, അതിന് പേനെടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു സമ്മാക്ക് പറഞ്ഞ് അബൂ ജഅഫർ മൻസൂറിനോട്, നിങ്ങൾക്ക് പേനെടുത്ത് തരാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ പേനെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എഴുതൽ വല്ല തിന്മയായിരിക്കും, ഷെറ്. ഞാൻ പേനെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെറിൽ ഞാൻ പങ്കാളിയായി, അതിന് ഞാനില്ല. ഇനി പിന്നെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ തന്നെ വല്ല നന്മ എഴുതുകയാണെങ്കിലോ ഞാൻ നിങ്ങളെ ഖാദിമും അല്ല, സേവകനും അല്ല, പേന വേണമെങ്കിൽ എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. അതാണ് ഇബ്നു സമ്മാക്ക്. അപ്പോൾ ഈച്ച പാറി വന്ന് അബൂ ജഅഫർ മൻസൂറിൻ്റെ മൂക്കിലിരുന്ന്. അപ്പോൾ ഇബ്നു സമ്മാക്കിനോട് അയാൾ ചോദിച്ച്, ഖലീഫ ചോദിച്ച്, അള്ളാഹു എന്തിനാണ് ഈച്ചയെ പടച്ചത്? ഈച്ചനെ എന്തിനാണ് പടച്ചത്? പശുവിനെ പടച്ചത് എന്ത്, ഒട്ടകത്തെ പടച്ചത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിറക്കുക, ഒട്ടകത്തിൻ്റെ പുറത്തേറി സഞ്ചരിക്കുക, കൃഷിക്ക് ഉപയോഗിക്കുക, ഇങ്ങനെ പലതും ഉണ്ട്, ധർമ്മങ്ങളുണ്ട്. ഈച്ചക്ക് എന്താ ധർമ്മം എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു സമ്മാക്ക് അബൂ ജഅഫർ മൻസൂറിനോട് പറഞ്ഞ്, അത് അക്രമികളായ ഭരണാധികാരികളുടെ മൂക്കിൽ ചെന്നിരുന്ന് അവരെ മാനക്കേടിലാക്കാൻ, അപമാനിതരാക്കാൻ. ഈച്ച വന്ന് മൂക്കിലിരിക്കുമ്പോൾ അത് വരെ തടുക്കാനുള്ള സാഹചര്യം കൊട്ടാരത്തിലില്ല. ഈച്ച നജസിലൊക്കെ പോയിരിക്കുന്നതാണ്, ഈച്ചൻ്റെ പതിവ് അതാണ്. ക്ഷീരമുള്ളവർ അകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ ഈച്ചക്ക് എപ്പോഴും നജസാണ്. എന്നിട്ട് അത് വന്നിട്ട് പാറി പിന്നെ ഇരിക്കുന്നത് രാജാവിൻ്റെ മൂക്കുമ്മേലാണ്. അപ്പോൾ അക്രമികളായ ഭരണാധികാരികളുടെ മൂക്കുമ്മേൽ ഇരിക്കുന്നത് അവരുടെ പിന്നെ ശൗര്യം കെടുത്താനാണ് എന്ന രീതിയിൽ ഇബ്നു സമ്മാക്ക് ഉപദേശിച്ചതെന്നാണ്. അപ്പോൾ ദുനിയാവ് കണ്ട രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ രാജാവ് അതിന് കുറേ പോരായ്മയുണ്ടാവും, കുറേ കുറവുകളുണ്ടാവും, കുറേ വിവരക്കേടുകളുണ്ടാവും, ഭോഷ്ക് ഉണ്ടാകും, മനസ്സിലായി, പരാജയങ്ങളുണ്ടാകും. പിന്നെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്രയാകേണ്ട ഭാവി ഉണ്ടാവും. അതാണ് ഭൗതികതയിൽ രാജാക്കന്മാരുടെ പ്രത്യേകത. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രാജാധികാരമുള്ള അൽ ഖുദ്ദൂസായ അള്ളാഹുവാണ്. അള്ളാഹു പരമപരിശുദ്ധനാണ്, പരമപരിശുദ്ധനായ രാജാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഒരു കുറവുമില്ല, ഒരു ന്യൂനതയുമില്ല, ഒരു പോരായ്മയുമില്ല. എന്താ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഹാദാ വമിൻ ഔസാഫിഹിൽ ഖുദ്ദൂസു തൻസീഹി ബിത്തഅദീമി ലിർറഹ്മാനി. ഹാദാ വമിൻ ഔസാഫിഹിൽ ഖുദ്ദൂസ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അൽ ഖുദ്ദൂസ് എന്നുള്ളത്. എങ്ങനെ? ദു തൻസീഹ്, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുള്ളവൻ എന്നാണ്. ബിത്തഅദീം, പരിശുദ്ധി അള്ളാഹുവിന് അവൻ്റെ മഹത്വത്താലാണ്. അപ്പോൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ മഹത്വത്താൽ അവൻ വിശുദ്ധനാണ്, പരിശുദ്ധിയുള്ളവനാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന് ഖുദ്ദൂസ് എന്ന വിശേഷണമുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. അൽ മുനസ്സഹു മിൻ കുല്ലി ശർറിൻ വനഖ്സിൻ വഐബ്, എല്ലാ ഷർറിൽ നിന്നും, എല്ലാ ഐബ് ന്യൂനതകളിൽ നിന്നും, നഖ്സ് കുറവുകളിൽ നിന്നും മുനസ്സഹ് പരിശുദ്ധമാക്കപ്പെട്ടവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹു ഇണയെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹ്ക്ക് ശരീക്ക് പങ്കാളിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശക്തമായ ശൈലിയിൽ, ഭാഷയിൽ ആ അപകടവാദത്തെ എതിർക്കുകയും ആ വാദം ഉന്നയിച്ചവർക്ക് മറുപടി നൽകുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇണയില്ല, സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല, അവന് പങ്കാളികളില്ല. അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരമപരിശുദ്ധനാണ്. മൂന്നിലൊന്ന് എന്ന് പറഞ്ഞ് ക്രൈസ്തവർ സുബ്ഹാന, അള്ളാഹു പരമപരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കേണ്ടത്. അതൊക്കെ പടപ്പുകളുടെ പ്രത്യേകതയാണ്. പടപ്പുകൾക്കാണ് ഇണ വേണ്ടത്, പടപ്പുകൾക്കാണ് മക്കൾ വേണ്ടത്, പടപ്പുകൾക്കാണ് പാരസ്പര്യം, സഹായിക്കാൻ ആള്, പങ്കാളി, ഇതൊക്കെ വേണ്ടത്. കാരണം പടപ്പുകൾ കുറവുള്ളവരാണ്, ന്യൂനത ഉള്ളവരാണ്.
അന്യാശ്രയക്കാരാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അതിൽ നിന്നൊക്കെ പരമ പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുറവും ന്യൂനതയും ഇല്ലാത്ത പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ തേടുന്നുണ്ട്. അതെന്താ? ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. ഖുദ്ദൂസായ അള്ളാഹു പരമപരിശുദ്ധനാണ്. അവൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തും? അള്ളാഹുവിൽ യാതൊരു പങ്കാളിയുമില്ല. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു ഇണകളെ സ്വീകരിച്ചിട്ടില്ല. അവൻ ഏകനാണ് എന്നുള്ള ഏകദൈവ വിശ്വാസം അത് സാക്ഷാത്കരിച്ചുകൊണ്ട് മനസ്സ വാച കർമ്മണ നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ തൗഹീദ്, ഏകത്വം, അതിനെ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലി, അള്ളാഹുവിൻ്റെ തക്ബീർ മുഴക്കി, അള്ളാഹുവിൻ്റെ തഹ്മീദിനെ വാഴ്ത്തി നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഉയർത്തേണ്ടതുണ്ട്. മലക്കുകളുടെ വിഷയത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറയിൽ വായിക്കണില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലം മാ ലാ തഅലമൂൻ. അള്ളാഹു ഭൂമിയിൽ ഒരു മനുഷ്യ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്ന വിവരം മലക്കുകളോട് പറഞ്ഞു. അപ്പം മലക്കുകൾ പറയാണ്, ഭൂമിയിൽ കുഴപ്പം വിതക്കുന്ന, രക്തം ചിന്തുന്നവരെ ഭൂമിയിൽ നീ നിശ്ചയിക്കുകയാണോ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക്, ഞങ്ങൾ നിനക്ക് ഹംദ് ചൊല്ലി തസ്ബീഹ് എടുക്കുന്നു. വനുഖദ്ദിസു ലക്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയാണ്, വനുഖദ്ദിസു ലക്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആ മലക്കുകൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നത്? മലക്കുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നത് അവരുടെ കർമ്മം അത് അള്ളാഹുവിനുള്ള തസ്ബീഹാണ്, അള്ളാഹുവിനുള്ള റുകൂഉം സുജൂദുമാണ്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടാണ്. നമ്മളും അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തേണ്ടത്. ഇതേപോലെ അള്ളാഹുവിനുള്ള തസ്ബീഹിൽ മലക്കുകൾ ഉപരിലോകത്ത് കഴിയണം. അതേപോലെ തന്നെ മലക്കുകളുടെ ധർമ്മം തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിനുള്ള തസ്ബീഹാണ്, തഹ്മീദാണ്. അപ്പം നമ്മളും അള്ളാഹുവിനെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി മഹത്വപ്പെടുത്തണം. അങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമം നമ്മളോട് തേടുന്നത് അതാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖുദ്ദൂസാണ്, പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവൻ്റെ ശറഈൽ നമ്മളെ പരിശുദ്ധപ്പെടുത്തുന്നതായ വിധി വിലക്കുകൾ അവതരിപ്പിച്ചത്. നമുക്ക് പരിശുദ്ധി ഭൗതികമായി വേണം, ആത്മീയമായി വേണം. ആത്മീയ പരിശുദ്ധി എങ്ങനെ? ആത്മീയ പരിശുദ്ധി എങ്ങനെ? പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള പരിശുദ്ധിയാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞ് ഷിർക്ക് ചെയ്യുന്നത് കൊണ്ട് നജസിലാണ് എന്ന് പറഞ്ഞ്, അശുദ്ധിയിലാണ്. അതേപോലെ തന്നെ കപട വിശ്വാസികളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅറിദു അൻഹും ഇന്നഹും റിജിസ്, മുനാഫിഖീങ്ങൾ അവർ റിജിസാണെന്ന് പറഞ്ഞു. കാപട്യമുള്ളവർ, കപടന്മാർ, അവർ റിജിസാണെന്ന് പറഞ്ഞു. റിജിസ് നജസ് എന്നൊക്കെ ഒന്ന. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവർക്ക് സ്വർഗം ഹറാമാണ്. എന്തുകൊണ്ടാണ് സ്വർഗം ഹറാമാണത്? സ്വർഗം ഹദീറത്തുൽ ഖുദ്സാണ്, പരിശുദ്ധിയുടെ ഭവനാണ്. നമ്മൾ ഹദീസിൽ കേട്ടില്ലേ, ആ ഹദീറത്തുൽ ഖുദ്സിലേക്ക്
റിജിസിനും നജസിനും പ്രവേശനമല്ല. പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അത് അശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒഴിവായി കുറ്റങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ആത്മീയമായ തെറ്റുകൾ അത് ചെയ്യാതെ വിശുദ്ധന്മാരാകണം. അത് അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടാൻ. മാത്രമല്ല, ഇനി മനുഷ്യ സഹജമായി തെറ്റ് വരും. തെറ്റ് വന്നാൽ തന്നെയും തെറ്റിനെ പോക്കി വിശുദ്ധന്മാരാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽപ്രവൃത്തികളെ നിശ്ചയിച്ചു. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന ബിസ്സയ്യിആത്ത്. തിന്മകൾ ചെയ്താൽ അതിനപ്പുറം ചെയ്യുന്ന നന്മകൾ തിന്മകളെ പോക്കും. എന്നിട്ട് നമുക്ക് പരിശുദ്ധി ഉണ്ടാകും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപമോചനം പഠിപ്പിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ കാണാം. അൽ അഗറുൽ മുസനി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ തിരുനബി പറയാണ്, ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എൻ്റെ ഖൽബിൽ ചില തോന്നലുകൾ ഉണ്ടാകും. ആ തോന്നലുകൾ അതൊരു പോരായ്മയാണ് എന്ന് വിശുദ്ധമായ കൽബിൻ്റെ ഉടമകൾക്കേ തോന്നുള്ളൂ. അങ്ങനത്തെ തോന്നലുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിൽ ഉണ്ടാകുന്നത്. തിരുനബി പറയാണ്, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അതൊരു തോന്നലുകളുടെ വിഷയത്തിലാണ്. മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഗ്ഫാർ ഉണ്ടാക്കി, തൗബ നിശ്ചയിച്ച്, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, പശ്ചാത്തപിക്കാൻ പറഞ്ഞു, പാപമോചനത്തിന് വേണ്ടി തേടാൻ പറഞ്ഞു. എന്തിനാ? അള്ളാഹു നമുക്ക് പരിശുദ്ധിയെ ഉദ്ദേശിക്കുന്നു. നബി കുടുംബത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ ഖുർആൻ ഓതാൻ, സുന്നത്തുകൾ പഠിക്കാൻ? എന്താ പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്. നബി കുടുംബമേ, നിങ്ങളിൽ നിന്ന് മാലിന്യത്തെ പോക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. വയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ പരിശുദ്ധന്മാരാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പരമപരിശുദ്ധനാണ്, അൽ ഖുദ്ദൂസാണ്. ആ അള്ളാഹു നമ്മൾ പരിശുദ്ധരാകുന്നത് ഇഷ്ടപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധി അത് ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്നുള്ള വിശുദ്ധിയാണ്. അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള വിശുദ്ധിയും പരിശുദ്ധിയാണ്. ഇതേപോലെ തന്നെ ഭൗതികമായ നജസ്സുകൾ, മാലിന്യങ്ങൾ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ശുദ്ധിയാകാൻ പറഞ്ഞത്? വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി. ആകാശത്തിൽ നിന്ന് അള്ളാഹു മഴയെ വർഷിപ്പിച്ചു. മഴ വർഷിപ്പിച്ചതിലെ ധർമ്മം പറയുന്നത് എന്താ? അള്ളാഹു ലിയുതഹിറകും ബിഹി, ആ മഴവെള്ളം കൊണ്ട് നിങ്ങളെ ശുദ്ധിയാക്കുവാൻ. വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധിക്കാരാണ് എങ്കിൽ നിങ്ങൾ ശുദ്ധി പ്രാപിക്കണം, ശുദ്ധി വരുത്തണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. വലിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശുദ്ധി വരുത്തണം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വുളു നിശ്ചയിച്ചു. വുളു, കുളി, ഇതൊക്കെ വെള്ളം കൊണ്ടാണ്. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലോ മണ്ണ് ഉപയോഗിച്ച് തയമ്മം ചെയ്ത് ശുദ്ധി വരുത്താൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യുരീദുല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശുദ്ധിയാക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തയമ്മം പറഞ്ഞു, വുളു പറഞ്ഞു, കുളി പറഞ്ഞു. എന്നിട്ട് അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ മാഇദയിൽ. നമ്മളോട് ദുആ പഠിപ്പിച്ചില്ലേ? നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാലുള്ള ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് വനഖ്നി മിൻ ഖതായായ കമാ നഖൈത അസ്സൗബൽ അബിയദ മിനദ് ദനസ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നു, പിന്നെ വെള്ളം കൊണ്ട്, അതേപോലെ ആലിപ്പഴം കൊണ്ട്, മഞ്ഞുകൊണ്ട് നമ്മളെ ശുദ്ധി വരുത്താൻ. ഈ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. എന്തിന്? നമ്മൾ പരിശുദ്ധരായി വിശുദ്ധന്മാരായിട്ട് കഴിയാൻ വേണ്ടിയിട്ട്.
ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, പരിശുദ്ധി പ്രാപിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. തൗബയിലൂടെ ആത്മീയ വിശുദ്ധിയാണ്. അതേപോലെ തന്നെ ശാരീരികമായ ശുദ്ധിയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ആർത്തവകാരികൾ ഇണകൾ ആർത്തവകാരികളായാൽ അവരെ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീദ്. ആർത്തവ രക്തമുണ്ടാകുന്നിടത്ത് നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കാൻ പാടുള്ളതെല്ലാം വിട്ടു നിൽക്കണം. അവർ ശുദ്ധി പ്രാപിച്ചാൽ നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, പരിശുദ്ധി പ്രാപിക്കുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പം അള്ളാഹു അൽ ഖുദ്ദൂസാണ്, പരമപരിശുദ്ധനാണ്. അവൻ നമുക്ക് പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. അവൻ നമ്മൾ പരിശുദ്ധി പ്രാപിക്കുവാനാണ് പല കർമ്മങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരിശുദ്ധി പ്രാപിക്കുവാനുള്ള വിധിവിലക്കുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വെറും വുദുവിൻ്റെയും തയമ്മുമിൻ്റെയും കുളിൻ്റെയും മാത്രം വിഷയത്തിലല്ല. പിന്നെയോ, ഇപ്പം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സദഖ സ്വീകരിക്കാൻ പറഞ്ഞു, സക്കാത്ത് സ്വീകരിക്കാൻ പറഞ്ഞു. സക്കാത്ത് സ്വീകരിച്ചാൽ എന്താ? സക്കാത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവരെ ശുദ്ധീകരിക്കണം, സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും ദാലിക അസ്കാ ലഹും. വിശ്വാസികളോട് കണ്ണ് താഴ്ത്തി ലൈംഗിക അവയവങ്ങളെ സൂക്ഷിച്ച് ജീവിക്കാൻ പറഞ്ഞു. അതവർക്ക് പരിശുദ്ധിയാണെന്ന് പറഞ്ഞു. ഇതേപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും. ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ട് കാലത്തൂല് പാഞ്ഞേറരുത്. പിന്നെയോ, നിങ്ങളുടെ വീടല്ലാത്ത മറ്റു വീടുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അനുവാദം ചോദിക്കണം, വീട്ടുകാർക്ക് സലാം പറയണം. അനുവാദം കിട്ടിയാൽ വീട്ടിൽ പ്രവേശിക്കാവൂ. ഇനി ആ വീട്ടിൽ ആരുമില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നമ്മളോട്, എന്ത്? ഫലാ തദ്ഖുലൂഹ, ആ വീട്ടിൽ നിങ്ങൾ കയറരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ. വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, വീട്ടുകാർ പറയാൻ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മടങ്ങിക്കോളുക. എന്താ? ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിധികൾ, വിലക്കുകൾ, അതൊക്കെ നമ്മളെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ്. ത്വലാഖിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുൻ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുൻ ഇദാ തറാദൂ ബൈനകും ബിൽ മഅറൂഫ് ദാലിക യുഅദു ബിഹി മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലികും അസ്കാ ലക്കും വ അത്ഹർ. ഒരാൾ തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലി, ഭാര്യയുടെ ഇദ്ദ കഴിഞ്ഞ് ആദ്യ ഭർത്താവിന് തന്നെ മൂപ്പത്തിയാരെ മടക്കിയെടുക്കണമെന്ന് തീരുമാനം. ഭാര്യയും ഭർത്താവും അതിൽ തൃപ്തിപ്പെട്ടു. മൊഴി ചൊല്ലപ്പെട്ട ഭാര്യയും ആദ്യ ഭർത്താവും അതിൽ തൃപ്തിപ്പെട്ടു. ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഭർത്താവിൻ്റെ കീഴിലല്ല, പിന്നെ മൊഴി ചൊല്ലിയ ഭർത്താവ് എന്ത് ചെയ്ത് അവളെ മടക്കിയെടുക്കണമെന്ന് തീരുമാനിച്ചു. അവർ രണ്ടുപേരും അതിലൊത്ത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെണ്ണിൻ്റെ ബന്ധുക്കളോട് പറയാണ്, നിങ്ങളൊരിക്കലും അവരെ വിവാഹത്തിന് സമ്മതിക്കാതെ അവരെ വെറുതെ തടഞ്ഞിടരുത്, ബുദ്ധിമുട്ടിക്കരുത്. ഭർത്താവ് വിവാഹം കഴിക്കാൻ, മൊഴി ചൊല്ലിയ ഭർത്താവ് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. ദാലിക യുഅദു ബിഹി മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ ഉപദേശമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ദാലികും അസ്കാ ലക്കും വ അത്ഹർ, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത്, അതാണ് നിങ്ങൾക്ക് സംശുദ്ധമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ തലാഖിൻ്റെ വിഷയത്തിൽ, വീട്ടിലേക്ക് അനുവാദം ചോദിക്കുന്ന വിഷയത്തിൽ, സക്കാത്തിൻ്റെ വിഷയത്തിൽ, ദൃഷ്ടി താഴ്ത്തുന്ന വിഷയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അത് നിങ്ങൾക്ക് അസ്കയാണ്, അത്ഹറാണ്, സംശുദ്ധമാണ്, പരിശുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്ദൂസാണ്, അവൻ പരിശുദ്ധനാണ്. അവൻ നമ്മളുടെ പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, സംശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടിയാണ് അല്ലാഹു അവൻ്റെ വിധി വിലക്കുകളെ പലതിനെയും നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പാലിച്ച് പരിശുദ്ധന്മാരായിട്ട് ജീവിക്കണം എന്നാണ് ഈ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു കുറവുകളുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു പോരായ്മയുമില്ലാത്ത അള്ളാഹുവിൻ്റെ
പരിശുദ്ധമായ സത്ത ദാത്ത് അതെത്ര ഗംഭീരായിരിക്കും. അത് കാണുമ്പോൾ കാണുന്ന കണ്ണുകൾ എത്ര കുളിർക്കും. അത് കാണാനുള്ള ഭാഗ്യം എത്ര അനുഗ്രഹീതാണ്. അള്ളാഹു നമ്മളെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കാണാൻ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകും. കുറവുകളൊന്നുമില്ലാത്ത, പോരായ്മകളൊന്നുമില്ലാത്ത, ന്യൂനതകളൊന്നുമില്ലാത്ത ഒരു കാഴ്ച ഭൗതികതയിലില്ല തന്നെ, ഭൗതികതയിലില്ല. പക്ഷെ അങ്ങനെ ഒരു കാഴ്ച ഉണ്ട് എന്നറിയാൻ നമ്മൾ എത്ര കണ്ണ് നട്ട് കാത്തിരിക്കും. അക്ഷമരായി, അല്ല ക്ഷമിച്ച് സഹിച്ച് എത്ര നമ്മൾ കാത്തിരിക്കും. അള്ളാഹുവിനെ ഈ ദുനിയാവിൽ കാണുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അവസരം ഉണ്ടല്ല. ലാ തുദ്രികുഹുൽ അബ്സാർ, ഒരു ദൃഷ്ടിയും അള്ളാഹുവിനെ ഈ ദുനിയാവിൽ പ്രാപിക്കൂല, കാണൂല. എന്നാൽ അന്ത്യനാളിൽ അങ്ങനെയല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദ, അള്ളാഹു നിങ്ങൾക്കൊരു മൗഇദ് പറഞ്ഞിട്ടുണ്ട്. എന്താ മൗഇദ്? അള്ളാഹുമായിട്ട് കൂടാൻ, അള്ളാഹുമായിട്ട് സന്ധിക്കാൻ അള്ളാഹു ഒരു സമയം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരാൾ വിളിച്ചു പറയും. അപ്പം ഖാലു, സ്വർഗവാസികൾ പറയും, അലം യുബയ്യിദ് വുജൂഹന, പടച്ചാൻ അള്ളാഹു ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചില്ലേ? വയുനജ്ജിയനാ മിനന്നാർ, നരകത്തിയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഖാലു ബല, അതെ എന്ന് പറയും. എന്നിട്ട് പറയണം, റാവി പറയണം, ഫയൻകശിഫുൽ ഹിജാബ്, അതോടുകൂടി ഹിജാബ് നീങ്ങും, മറ നീങ്ങും. എന്താ മറ? അള്ളാഹുവിൻ്റെയും പടപ്പുകളുടെയും ഇടയിലൊരു മറയുണ്ട്. ആ മറ പ്രകാശത്തിൻ്റെ മറയാണ്. ആ മറക്കപ്പുറമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ആ മറ നീങ്ങുന്നതോടുകൂടി എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഫവല്ലാഹ് മാ അഅതാഹും ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലൈഹി, സ്വർഗീയ വിശാലതയിൽ, സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവർക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ അനുഗ്രഹം അവർ അള്ളാഹുവിനെ നോക്കിക്കാണുക എന്നുള്ളതായിരിക്കും. അള്ളാഹു ആ ഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ? അള്ളാഹുവെ കാണുക എന്നുള്ളതാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഗംഭീരമായ, മഹനീയമായ അനുഗ്രഹം. ഒരു കുറവില്ലാത്ത, ഒരു പോരായ്മയില്ലാത്ത, ഒരു ന്യൂനതയില്ലാത്ത കാഴ്ച, അതാണ് അള്ളാഹുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് അള്ളാഹു അവസരം നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വർഗീയ അനുഗ്രഹം. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബി, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന് പറഞ്ഞില്ലേ? റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങൾ അവിടെയാണ്. അലൽ അറായിക് യൻദുറൂൻ, സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടന്ന് അള്ളാഹുവിനെ നോക്കുന്ന സ്വർഗാർഹരായ വിശ്വാസികൾ, അവരെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു, സുകൃതം പ്രവർത്തിച്ചവർക്കുണ്ട്, അൽ ഹുസ്ന, സ്വർഗവും, വസിയാദ, ഏറെയും. എന്താ ഈ ഏറെ? സ്വർഗമുണ്ട്, സ്വർഗീയാനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതിലേറെയുണ്ട് എന്ന് പറഞ്ഞാൽ അന്നദ്റു ഇലാ വജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്കുള്ള നോട്ടമാണ്. അപ്പം അള്ളാഹു അൽ ഖുദ്ദൂസായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഖുദ്ദൂസായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പരമ പരിശുദ്ധനും വിശുദ്ധനുമായ രാജാവാണ്, രാജാധികാരമുള്ളവനാണ് എന്നാണ് ഇവിടെ ഈ നാമത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും തേട്ടവും അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം, അടുത്ത ആഴ്ച അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഇൻഷാ അല്ലാഹ്. ഖലീല വ ദിംനയിൽ ഞങ്ങൾ ഖലീല ദിംന പഠിച്ചിട്ടുണ്ട് അറബി കോളേജിൽ. അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഒരു കഥയുടെ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാട്ടിൽ രാജാവ് സിംഹാണ്.
കാട്ടിൽ സൂത്രക്കാരൻ കുറുക്കനാണ്. ഒരിക്കൽ രാജാവ് കാട്ടിൽ ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മൃഗങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി. അപ്പോൾ കുറുക്കൻ മീറ്റിങ്ങിലില്ല. അപ്പോൾ രാജാവ് ചോദിച്ച്, കുറുക്കൻ എവിടെ? അറബികൾ കുറുക്കന് സഅലബ് എന്നാണ് കുറുക്കന്, പക്ഷെ അബു മുആവിയ എന്നാണ് കുറുക്കനെ വിളിക്കുക. കുറുക്കനുള്ള വിളിപ്പേരാണത്, അബു മുആവിയ. അപ്പോൾ ചെന്നായ കുറുക്കനോട് അസൂയയിലാണ്. ചെന്നായ പറഞ്ഞ്, അവൻ വേട്ട തേടി പോയതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നു രാജാവ് മീറ്റിംഗ് വിളിക്കും, ആരും പോകരുത്. അപ്പോൾ രാജാവ് ഖല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് ഇവന് വേട്ടയ്ക്ക് പോയതാണ്, അവനക്ക് വേട്ടയാണ് വലുത്, രാജാവല്ല വലുത് എന്ന് ചെന്നായ കുറുക്കനോടുള്ള അസൂയയിൽ രാജാവിനോട് പറഞ്ഞെന്നാണ്. എങ്ങനെ ഉണ്ടാവും? അബൂ സുഹൈബ് എന്നാണ് ചെന്നായക്കുള്ള വിളിപ്പേര്. ദീബ് എന്ന് പറയും, ചെന്നായക്ക് അബൂ സുഹൈബ് എന്ന് വിളിക്കും, അബൂ മുആവിയ എന്ന് കുറുക്കനെയും വിളിക്കും. അപ്പോൾ അബൂ സുഹൈബ് പറഞ്ഞ്, ഞങ്ങൾ പറഞ്ഞിരുന്നു രാജാവിന് നമ്മളൊക്കെ ആവശ്യമുണ്ട്, ഇവിടെ മീറ്റിംഗ് വിളിക്കും, പക്ഷേ കുറുക്കന് വലുത് വേട്ടയാണ്, രാജാവല്ല, അതുകൊണ്ട് രാജാവിനെ ഖല്ലി വലിയ പറഞ്ഞിട്ട് ഇവൻ കാട്ടിക്ക് പോയിക്കണെന്നാണ്. അതോടുകൂടി രാജാവിന് വലിയ ദേഷ്യമായി. കുറുക്കൻ പിന്നെ കുറേ കഴിഞ്ഞ് വന്ന്. അപ്പോൾ രാജാവ് ചോദിച്ചു, എവിടേക്കാണ് പോയത്? പക്ഷെ കുറുക്കൻ മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു, ചെന്നായ ഒരു കെണി ഒപ്പിച്ചിട്ടുണ്ട്, രാജാവിനോട് നിങ്ങളെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞിട്ടുണ്ട്, രാജാവ് എപ്പോഴും നിങ്ങളെ തലവെട്ടാൻ കൊയ്യാൻ അവസരം നിൽക്കാതിരിക്കണം. അപ്പോൾ രാജാവ് ചോദിച്ചു, കുറുക്കനോട് എവിടേക്കാണ് പോയത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, ഇത് മനസ്സിലാക്കണല്ലോ, ചെന്നായി പണി ഒപ്പിച്ചത്. രാജാവെ, നിങ്ങൾ രോഗിയാണെന്ന് മനസ്സിലാക്കണേ, നിങ്ങൾ രോഗം കൊണ്ട് വലിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് രോഗം മാറാനുള്ള മരുന്ന് അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രോഗിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മരുന്ന് തേടി കാട്ടിൽ അലയേനെ. അപ്പോൾ രാജാവ് വെച്ചുകൊണ്ട് മരുന്ന് കിട്ടിയോ വെച്ച്. രാജാവിന് അപ്പോൾ ഭയങ്കരതായി, ഈ പഹയൻ പറഞ്ഞത് എന്നെ ധിക്കരിച്ചു പോയി എന്നാണല്ലോ, പക്ഷേ നീ നല്ല പണിക്കാണല്ലോ പോയത്, മരുന്ന് കിട്ടിയോന്ന് വെച്ച്. അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, മരുന്ന് കിട്ടിയിരിക്കണ്. എവിടെ മരുന്ന്? അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, ചെന്നായയുടെ ശരീരാവയവം അതെടുത്ത് അത് കഴിക്കുകയാണ് നിങ്ങൾക്കുള്ള മരുന്ന്, അതാണ് വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഉടനെ കുറുക്കൻ ചെന്നായൻ്റെ മേൽ ചാടി വീണ് ചെന്നായയുടെ ഒരവയവം അതിൽ നിന്ന് പറിച്ചെടുത്ത് രക്തത്തിൽ കുളിച്ച് ചെന്നായ കിടക്കുകയാണ്. അപ്പോൾ കുറുക്കനോട് ചെന്നായ പറഞ്ഞ്, നീ എന്തിനാണ് രാജാവിന് ഈ വൈദ്യം പറഞ്ഞു കൊടുത്തത്, എൻ്റെ അവയവം വലിച്ച് എടുക്കാൻ? അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, രാജാക്കന്മാരുടെ മുന്നിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് നീ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവിന് ഈ വൈദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഹ്യകുൽ മക്റു സയ്യു ഇല്ലാ ബി അഹ്ലി. കുതന്ത്രങ്ങൾ എപ്പോഴും അതിൻ്റെ ആളുകളിലേക്കാണ് തിരിച്ചു ചെല്ലുക. മലർന്ന് കിടന്ന് തുപ്പിയവനെ പോലെയാണ് അസൂയാലു, ഏഷണിക്കാരൻ, കുതന്ത്രങ്ങൾ പയറ്റുന്നവൻ. ഇതാണ് ഈ കഥയിൽ ഖലീലുദ്ദീനയിൽ ഈ കഥ ഉദ്ധരിച്ചപ്പോൾ ഇബ്നുൽ മുഖഫ എന്ന അതിൻ്റെ ഓദർ പറഞ്ഞു തന്ന പാഠം. ഏതായാലും രാജാക്കന്മാരെ കുറിച്ച് കുറേ പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും നമുക്ക് അവസരമേകി അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീക്കും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും നമ്മളിൽ അള്ളാഹു കനിയുമാറാവട്ടെ. ഇഹത്തിലെയും പരത്തിലെയും മുആഫാത്തുൻ ദായിമ അള്ളാഹു നമുക്കെല്ലാവർക്കും അരുളുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാ. നമ്മളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നമ്മുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.